നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3, ആസ്റ്റൺ വില്ല 1. അങ്ങനെ യുണൈറ്റഡ് മൂന്നാം സ്ഥാനം ഫുള്ളായിട്ട് ഏറ്റെടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് ആസ്റ്റൺ വില്ലേനെ മൊത്തത്തിൽ അങ്ങ് മുക്കി അങ്ങ് എടുത്തു. അവരെ നാലാം സ്ഥാനത്തേക്ക് പ്രോപ്പറായിട്ട് അങ്ങ് തള്ളിവിട്ടു. മറ്റേത് അറ്റ്ലീസ്റ്റ് ഒരു നമ്മുടെ സെയിം പോയിന്റിൽ തന്നെ നിൽക്കുമായിരുന്നു. മൂന്നാം സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പോയിന്റിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മൊത്തത്തിൽ അവരെ അങ്ങ് തള്ളി അങ്ങ് ബാക്കിലോട്ട് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് അങ്ങ് ഞെളിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. കൂടുതൽ ഡീറ്റെയിൽസിൽ പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ വിജയത്തിൻ്റെ സന്തോഷത്തിനായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്തു. ഇപ്പം തന്നെ ഒരു ലൈക്ക് ഒന്ന് അടിച്ചുതരാം, ഓക്കെ? പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഓൾസോ. ക്യാരയ്ക്ക് മാന്യുവിനെ ഏറ്റെടുക്കുന്ന സമയത്ത് വില്ലയായിട്ട് ഏകദേശം 11 പോയിന്റ്സിന്റെ ഡിഫറൻസ് ആയിരുന്നു. അവിടെ നിന്നൊക്കെ നമ്മൾ പൊരുതി കയറി വന്നിട്ട് ഇപ്പോൾ വില്ലേനെയും കാട്ടി 3 പോയിന്റ് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഈ ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെയധികം സ്ലോ ആയിട്ടാണ്. ഏകദേശം 11 ദിവസത്തെ റെസ്റ്റും അല്ലെങ്കിൽ ആ ഒരു പീരിയഡ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഗെയിമും ഈ ഗെയിമും തമ്മിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു 11 ദിവസം കളിയൊന്നും ഇല്ലാതിരുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലേസിനെസ്സോ അങ്ങനത്തെ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ ആദ്യമൊക്കെ മൊത്തത്തിൽ വില്ലയുടെ കയ്യിലായിരുന്നു ബോൾ ഉണ്ടായിരുന്നത്. ഈ ഗെയിമിലും ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് അവരുടെ ഓപ്പോസിഷൻ ബോക്സിൽ ബോൾ ടച്ച് ചെയ്യാൻ പോലും കിട്ടിയിട്ടില്ല. അത്രയും സ്ലോ ആയിട്ടും വളരെയധികം എന്താ പറയുക, ഒന്ന് ഇരുന്ന് തന്നെ നമ്മൾ കളിച്ചത്. അത് കൂടുതലായിട്ടൊന്നും അറ്റാക്കിലേക്ക് പോകാനൊന്നും ശ്രമിച്ചില്ല. വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. ആസ്റ്റൺ വില്ലയ്ക്ക് കൂടുതൽ ബോൾ ആദ്യത്തെ നിമിഷങ്ങളിലൊക്കെ, ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്സ് മൊത്തം അവർ തന്നെയായിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്കാണ് നമ്മൾ പതുക്കെ ഗെയിമിലേക്ക് ചുവട് വെച്ച് വന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി മൂവ് ചെയ്ത് കുറച്ച് നേരം പോയി. അതിനുശേഷം പതുക്കെയാണ് സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നതൊക്കെ തന്നെ. ഫസ്റ്റ് ഹാഫിൽ വലിയ രീതിയിലുള്ള അറ്റാക്കൊന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. 1-2 ചാൻസസ്, ഇപ്പം ഡിയോഗോ ഡാലോന് കിട്ടിയിട്ടുള്ള ആ ഒരു ചാൻസ് അടിച്ചു കളഞ്ഞു. പിന്നെ അതിനുശേഷം അമ്മാദിൻ്റെ ആ ഒരു ഹെഡർ സേവ് ചെയ്തു. ഇതല്ലാതെ വേറെ കൂടുതൽ ചാൻസസ് ഒന്നും ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുള്ള 1-2 കാര്യം എന്ന് പറഞ്ഞാൽ, ഡാലോട്ടിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ 2 ക്രോസസ്, നല്ല സൂപ്പർ ക്രോസസ് വന്നു. പക്ഷേ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ നമുക്ക് കളിക്കാത്തതിൻ്റെ അഭാവം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടു. നല്ല 2 ക്രോസസ്, ഇപ്പോൾ അത് സമയത്ത് സെസ്കോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ആ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നേടിയിരുന്നു. കാരണം നല്ല 2 ക്രോസസ് വന്നു. അപ്പം എംബൂം ആയതുകൊണ്ട് ആ ഒരു സ്ട്രൈക്കറിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റോടുകൂടി ആ ബോൾ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫറൻറ്റ് കട്ട് ചെയ്ത് അതൊന്ന് ട്രൈ ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഉയർച്ച കാണിച്ചു. നമ്മൾ ഉണർന്ന് കളിച്ചു. ആൻഡ് ടെമ്പോ സ്ലോലി സെക്കൻഡ് ഗിയറിൽ നിന്നും നമ്മൾ തേർഡ് ഗിയറിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. സോ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിലുള്ള സ്റ്റാർട്ട് തന്നെ നമുക്ക് സൃഷ്ടിക്കാനായി. അങ്ങനെ തുടർച്ചയായിട്ട് 2 കോർണേഴ്സ് കിട്ടി. ആ ഒരു കോർണറിൻ്റെ അകത്തു നിന്നാണ് ബ്രൂണോയുടെ 15th അസിസ്റ്റ് വരുന്നത്. ബ്രൂണോയുടെ 15th അസിസ്റ്റും പിന്നെ കസമീറോയുടെ ആ ഒരു ഹെഡർ ഗോൾ, വാട്ട് എ സൂപ്പർബ് ഹെഡർ അല്ലേ. എനിക്ക് തോന്നുന്നു അത് ഒരു ഹെഡിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചെറിയൊരു ഫ്ലിക്ക് മാത്രമായിട്ടാണ് ആ ഒരു ഗോള് സ്കോർ ചെയ്തത്. അതൊരു പെർഫെക്റ്റ് ഇഞ്ച്, വലിയ വ്യത്യാസമൊന്നുമില്ല, അത് കറക്റ്റ് ആ ഒരു നമ്മുടെ ബാറിൻ്റെ കോർണറിൽ തട്ടി അകത്തേക്ക് പോകുന്നു. അത് ചെത്തായിട്ടുള്ള ഒരു ഫ്ലിക്കിംഗ് ഒരു ഹെഡർ, മൈന്യൂട്ട് ടച്ച്. കസമീറോ ഇല്ലാതെ നമ്മൾ അടുത്ത സീസൺ എന്താകുമെന്ന് പറഞ്ഞാൽ വളരെയധികം ആക്ച്വലി ടെൻഷനുണ്ട്. കസമീറോ നൽകുന്ന ഈ ഗോളുകൾക്ക് നമ്മൾ അടുത്ത സീസൺ കസമീറോ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഓർക്കാനായിട്ടുള്ള സാധ്യതയാണ്. കാരണം ഇനി നമുക്ക് അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഈ ക്ലച്ച് ഗോൾസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസമീറോ ഡെഫിനറ്റ്ലി ഈ ഒരു എന്താ പറയുക, ഈ ഒരു പൊസിഷൻ കസമീറോന് പകരം വരുന്ന ആർക്കാണെങ്കിൽ പോലും ഇതേ കണക്ക് കസമീറിനെ മാറ്റി അല്ലെങ്കിൽ കസമീറിന് പകരമാകാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് 100%. കസമീറോയ്ക്ക് പകരം കസമീറോ മാത്രമാണ്. ബ്രൂണോ 15th അസിസ്റ്റ് നേടി. പിന്നെ അതിനുശേഷം പതുക്കെ അവർ ഗെയിമിലേക്ക് തിരിച്ചു വന്നു. റോസ് ബാർക്ലേ ആ ഒരു ഗോളിലൂടെ തിരിച്ച് ആസ്റ്റൺ വില്ലേനെ എത്തിക്കുന്നു. പിന്നെ അതിനുശേഷം ആസ്റ്റൺ വില്ലയ്ക്ക് ഒരു ചാൻസും കൂടെ കിട്ടുന്നു.
ആ ചാൻസ് അവർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നീടാണ് പതുക്കെ നമ്മുടെ കുന്യ സ്കോർ ചെയ്യുന്നത്. കുന്യയ്ക്ക് വരുന്ന ആ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ബ്രൂണോ 16th അസിസ്റ്റ് നേടി. കുന്യ ആ ഒരു ചെത്ത് ഗോൾ, എന്താ പറയുക, കുറച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗോളിയുടെ സൈഡിൽ കൂടെ അടിച്ചു കയറ്റുന്ന ആ ഒരു സൂപ്പർ ഗോൾ. ഈ ഒരു അസിസ്റ്റോടുകൂടി ബ്രൂണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ തന്നെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡർ ഇൻ വൺ സീസൺ. സർ ഡേവിഡ് ബെക്കാമിന്റെ 15 അസിസ്റ്റ് എന്ന റെക്കോർഡ് തകർത്തുകൊണ്ട് ബ്രൂണോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബ്രൂണോനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെജിഷ്യൻ മാഗ്നിഫിക്കോ, ദ പോർച്ചുഗീസ് മാഗ്നിഫിക്കോ ആണ് ബ്രൂണോ. ആൻഡ് ബ്രൂണോനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇനിയിപ്പം ബ്രൂണോ മുമ്പിലുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 20 അസിസ്റ്റ് ബൈ തിയറി ഓൺറി ആൻഡ് കെവിൻ ഡിബ്രോയൻ. ഇവർ രണ്ടുപേരും 20 അസിസ്റ്റാണ് ഒരു സീസണിൽ കൊടുത്തുള്ളത്. ഇവർക്കാണ് റെക്കോർഡ് ഇതുവരെയ്ക്ക് ഇപ്പോൾ തൽക്കാലം നിലവിലുള്ളത്. ഇനി അത് തകർക്കാനായിട്ട് ബ്രൂണോയ്ക്ക് 5 അസിസ്റ്റ് മതി. നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് 8 കളികളുണ്ട്. 8 കളികളിൽ 5 അസിസ്റ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ബ്രൂണോ ഈസ് ഡെഫിനറ്റ്ലി എന്താ പറയുക, ബിക്കമിങ് ദ പ്ലെയർ ഓഫ് ദ സീസൺ. ഇതുവരെയ്ക്കും ഇപ്പം ബുക്കീസിൻ്റെ ലിസ്റ്റ് പ്രകാരം ഫസ്റ്റ് ഗബ്രിയലാണ് നിൽക്കുന്നത്. ആർസണലിൻ്റെ ഡിഫൻഡർ ഗബ്രിയലാണ് പ്ലെയർ ഓഫ് ദ സീസണിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിൽക്കുന്നത്. സെക്കൻഡ് ഹാലൻഡ്, തേർഡാണ് ബ്രൂണോ. അപ്പോൾ ബ്രൂണോ ഈ ഒരു റെക്കോർഡ് സ്ഥാപിച്ച് കഴിഞ്ഞിരുന്നാൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ബ്രൂണോന് പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡ് കിട്ടുമെന്നുള്ളതാണ്. കാരണം ആർസണലിൻ്റെ ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ എല്ലാ ടീം വൈസ് വരുന്നുണ്ട്. ഹാലൻഡിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ടീം ഹാലൻഡ് ഇല്ലാതെയും ജയിക്കുന്നുണ്ട്. ഹാലൻഡിൻ്റെ സ്കോറിംഗ് ഇപ്പോൾ ഒരു 22 ഗോൾസിൽ നിൽക്കുവാണ്. സാധാരണ ഹാലൻഡ് ഈ ഒരു ടൈം കൊണ്ട് 30+ ഗോൾസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഹാലൻഡും ഒരു നോർമൽ ലെവലിൽ നിൽക്കുവാണ്. പക്ഷേ ബ്രൂണോയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെ. ആംബർമിൻ അണ്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രൂണോനെ വേറെ പൊസിഷനിൽ ഇട്ടു. എന്നിരുന്നാലും ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ബ്രൂണോ അസിസ്റ്റുകളും പറ്റുന്ന മാക്സിമം കൊടുത്തു. ക്യാരിക്ക് വന്നതിന് ശേഷം ബ്രൂണോനെ പ്രോപ്പറായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് ഇട്ടിട്ട് വീണ്ടും ആ ഒരു കണ്ടിന്യൂവേഷൻ ബ്രൂണോ കൊണ്ടുവരുന്നുണ്ട്. അസിസ്റ്റ് വീണ്ടും നൽകിക്കൊണ്ട് ആ ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബ്രൂണോ ഷുഡ് ഡെഫിനറ്റ്ലി വിൻ ദ പ്ലെയർ ഓഫ് ദ സീസൺ ഫോർ ദിസ് ഇയർ, ഫോർ ദിസ് എന്താ പറയുക, ഈ ഒരു സീസണിൽ പ്ലെയർ ഓഫ് ദ സീസൺ നേടേണ്ട വ്യക്തി തന്നെയാണ് ബ്രൂണോ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം വന്നിട്ട് സെസ്കോ ഗോൾ സ്കോർ ചെയ്യാതിരിക്കാനായിട്ട് സെസ്കോന് പറ്റത്തില്ല. അപ്പം സെസ്കോയുടെ ആ ഒരു റിച്ച് ഫോം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെസ്കോ ആ ഒരു നല്ലൊരു ഗോള്, അതും സ്ട്രൈക്കറിൻ്റെ ഇൻസ്റ്റിങ്റ്റോടു കൂടിയാണ്. വീണ് കിടക്കുന്ന പ്ലെയറിന് മുകളിൽ കൂടെ ചാടി കയറി വന്ന് ബോൾ കളക്ട് ചെയ്തിട്ട് തിരിഞ്ഞു നിന്നിട്ടുള്ള ഒരു അടി. പിന്നെ അത് എനിക്കൊന്ന് കോൺസാഡ അല്ലെങ്കിൽ മിങ്സിൻ്റെ കാലിൽ തട്ടിയിട്ടാണ് ആ ഒരു ഡിഫ്ലക്ഷനോടുകൂടി ഗോൾ സ്കോർ ചെയ്തതും സെസ്കോയുടെ പേരിൽ ആ ഗോൾ വരുന്നതും. സോ അങ്ങനെ അതോടുകൂടി 3-1 നമ്മൾ ഗെയിം കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഈ ഗെയിം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിരുന്നാൽ നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് സ്ഥാനം ഉറപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിജയമായിരുന്നു. കാരണം നമുക്കറിയാം ആസ്റ്റൺ വില്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടീമാണ്. യുണൈ എമറിയുടെ അണ്ടറിലൊരു സെറ്റായിട്ടുള്ള ടീമാണ്. അവർക്ക് കുറച്ച് പരിക്കുകളായിട്ടുള്ള പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ പോലെ തന്നെയാണ്, നമുക്കും ഡിഫൻസിൽ പരിക്കും ഒക്കെ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പോലെ തന്നെ അവർ നിൽക്കുന്നത്. പക്ഷേ അവരെ പ്രോപ്പറായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ ആധികാരികമായിട്ട് നമ്മൾ സെക്കൻഡ് ഹാഫിലെ പ്രകടനത്തോടു കൂടി അവരെ തോൽപ്പിച്ച് നമ്മൾ ആ ഒരു സ്ഥാനം നിലനിർത്തിയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ഗെയിമിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാനായിട്ടാണെങ്കിൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം ഡിയോഗോ ഡാലോ വന്നത് ആക്ച്വലി കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ പ്രാവശ്യം ഡാലോയുടെ ഭാഗത്തുണ്ടായി. പിന്നെ സെസ്കോ, ഞാൻ പറഞ്ഞതുപോലെ സെസ്കോ സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫസ്റ്റ് ഹാഫിൽ എനിക്കൊന്ന് ഒരു ഗോളും കൂടെ എങ്കിലും സ്കോർ ചെയ്യാമായിരുന്നു. എംബൂമോയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത്ര ശരിയായിട്ടില്ല. എംബൂമോ തുടക്കത്തിൽ കാണിച്ച ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഹി ഈസ് നോട്ട് അറ്റ് ഹിസ് വെരി ബെസ്റ്റ്. ഹമാദിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ബാക്കിൽ എടുത്തു പറയേണ്ട കാര്യമാണ്, ലെനിയോറോയും മെഗ്വയറും നല്ല രീതിയിലുള്ള ഡിഫൻസാണ് ഈ ഒരു ഗെയിമിൽ കാഴ്ചവെച്ചത്. ദേവലേക്കിനോ റിയലി ഗുഡ്. ഷോ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിമായിരുന്നു. ഡാലോ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിം. ഡാലോ ഒക്കെ പ്രശ്നം അതാണ്, ഹി വിൽ ഗെറ്റ് ഇൻ ടു ബെറ്റർ പൊസിഷൻസ്, നല്ല പൊസിഷനിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ അവിടെ ചെന്നിട്ടുള്ള ഡെസിഷൻ മേക്കിങ്ങും അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ടുമാണ് ഡാലോവിനെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത്. സോ അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂസ്. കുഴപ്പമില്ല, എന്നാലും
നമ്മൾ ഈ ഒരു വിജയം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് 8 ഗെയിംസാണ് ബാക്കി. ഈ ഒരു കോൺസെൻട്രേഷൻ തുടർന്നുകൊണ്ട് തന്നെ പോകണം. എനിക്ക് തോന്നുന്നു നമുക്ക് അധികം ഗ്യാപ്പൊന്നും ഇടയ്ക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. തുടർച്ചയായിട്ട് എല്ലാ വീക്കുകളിലും കളി വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലേയേഴ്സ് കുറച്ചൊക്കെ ഒരു എന്താ പറയുക ഫുൾ ഓണിൽ നിൽക്കത്തുള്ളൂ. അതുവരെയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് അഴഞ്ഞു നിൽക്കുക, പിന്നെ കളിയിലേക്ക് എത്തിപ്പെടാനായിട്ടൊരു സെക്കൻഡ് ഹാഫെങ്കിലും വേണ്ടി വരും എന്നുള്ളൊരവസ്ഥയാണ്. ഇതിന് മുമ്പും നമ്മളത് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വ്യത്യാസം, സെക്കൻഡ് ഹാഫും വ്യത്യാസം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിജയമായിരുന്നു. ആൻഡ് വി ഹാവ് വൺ ദാറ്റ് ഗെയിം. സോ പിന്നെ എന്താ പറയുക, പിന്നെ കാരിക്കിൻ്റെ ഒരു റെക്കോർഡ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഹോം ഗ്രൗണ്ടിൽ 6 ഗെയിംസ് അൺബീറ്റൺ ആയിട്ട് അല്ലെങ്കിൽ വിജയം നേടിയിട്ട് മുമ്പോട്ട് പോകുന്നതിൻ്റെ ഒരു റെക്കോർഡും കാരിക്കിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്. സോ മൊത്തത്തിൽ ലൈക്കിനോ റിയലി ഗുഡ് ഗെയിം. നമ്മുടെ ഫാൻസൊക്കെ ആണെങ്കിലും വളരെയധികം എൻജോയ്മെൻറ്റോടു കൂടിയാണ് കളി കണ്ടതും ഫാൻസൊക്കെ വളരെയധികം ഹാപ്പിയായി. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം, ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് പറഞ്ഞതുപോലെ കാശ്മീറോ ഒക്കെ അടുത്ത സീസണിൽ ഇല്ലെങ്കിൽ അത് നമ്മളെ ഒത്തിരി അധികം ബാധിക്കും. കാശ്മീറിന് പകരം വരുന്ന ഒരാൾ കളം നിറഞ്ഞ് കളിക്കാനായിട്ടൊക്കെ ചിലപ്പോൾ കാശ്മീരിനെ കാട്ടി ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇതേ കണക്കത്തുള്ള മൊമെൻറ്റ്സിൽ ഗോളുകൾ നേടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന ലെവലിലേക്ക് കാശ്മീരോട് അത്രയും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി കുറച്ച് വർഷങ്ങളിൽ അത് ആ രീതിയിലേക്ക് എത്താൻ സാധിക്കുമായിരിക്കും. അത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കളിയെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തുകൾ, എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും പർട്ടിക്കുലർ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിജയത്തിൻ്റെ ഒരു സന്തോഷത്തിനായി ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആസ് വെൽ. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.